ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ചെയ്തു എന്നുള്ളത് ഞാൻ എന്നുള്ളത് ഞാനൊരു വ്യക്തി അത്ര എന്നെക്കൊണ്ട് പ്രകൃതി ചെയ്യിക്കുകയാണ്. എന്നെപ്പോലെയുള്ള ഒത്തിരി പേരുണ്ടല്ലോ ഈ പറഞ്ഞ മാതിരി. അവരെ ഞാനത് മോശക്കാരായിട്ടല്ല കാണുന്നത്. ഓരോരുത്തരും എല്ലാവരിലും ഓരോന്നും ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മളത് പുറത്തേക്ക് എടുക്കുക. മനസ്സിലായോ? അന്ന് ഞാൻ ബാങ്ക് ജീവിതം ഞാൻ പലരും ഇപ്പോഴും ചിന്തിക്കാറുണ്ട്. തുടർന്ന് സംഭവം ഇന്നും ഞാൻ സാമ്പത്തികമായിട്ട് അത്ര പുറകിലല്ല. എന്നാൽ എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളില്ല. എൻ്റെ മനസ്സിലെ ആഗ്രഹം ഒരു ഇല്ലാത്ത ചെടി ഇവിടെ കൊണ്ടുവന്ന് പിടിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു വിമാനം അങ്ങനെയല്ല, ഒരു കപ്പൽ വിലക്ക് വാങ്ങിക്കുക എന്നുള്ള. കപ്പൽ യാത്ര ചെയ്യാൻ നമുക്ക് കപ്പൽ പൈസ കൊടുത്ത് മേടിക്കേണ്ടതാണ്. അതിൻ്റെ ടിക്കറ്റ് എടുത്ത് നമുക്ക് എവിടെയും യാത്ര ചെയ്യാം. ഒത്തിരി സൗകര്യങ്ങൾ ഇന്ന് എല്ലാ തരത്തിലുമുണ്ട്. അതേസമയത്ത് ഈ സാധനം ഞാൻ ആഗ്രഹിക്കുന്ന ചെടി അതിനെ നട്ടു വളർത്തി പരിപാലിച്ച് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില വ്യക്തികൾക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. വെല്ലുവിളി എപ്പോഴും വേണമല്ലോ. നമ്മൾ എല്ലാം പോസിറ്റീവായിട്ട് കാണുക. ഒരു വ്യക്തി നമ്മളെപ്പറ്റി എന്തെങ്കിലും പറയുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത സംഭവമായിരിക്കും, ചെറിയ കാര്യമാണെങ്കിലും. അത് നമ്മൾ അതിൽ നല്ല കാര്യങ്ങളുണ്ടാവും പോസിറ്റീവ്. നമ്മളതിൽ നന്നാകുക, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും ചീത്ത വശങ്ങളോ അല്ലെങ്കിൽ ഞാൻ നന്നാകാനുണ്ടോ എന്ന് ചിന്തിച്ചാൽ സിമ്പിൾ, ഒരു പ്രശ്നമില്ല. അത് ഒരു കാര്യം ഞാൻ പറയാം, ഈ എപ്പോഴും എൻ്റെ തോന്നലായിരിക്കും, പക്ഷേ ശരിയെന്നേ ഞാൻ പറയുള്ളൂ. ഈ സസ്യങ്ങളും പ്രകൃതിയായിട്ട് ജീവിക്കുന്നവനെ പെട്ടെന്ന് അത് അംഗീകരിക്കാൻ സാധിക്കും. പലരും എന്നെ പലതരത്തിലും കളിയാക്കിയുണ്ട്. സ്വാതന്ത്ര്യം കൂടുതലുള്ളവർ ശാസിക്കുമല്ലോ. കുടുംബക്കാരാകുമ്പോൾ ശാസന അതെല്ലാം അനുഭവിച്ച ആളാണ് ഞാൻ. എനിക്കും തോന്നൽ, സാധാരണ മനുഷ്യനാണ് ഞാൻ. എനിക്കും തോന്നലുണ്ടായിട്ടുണ്ട് ഞാൻ തെറ്റിലേക്കാണോ പോകുന്നത്. തുടക്കത്തിൽ യാതൊരു ഇതുമില്ല, നല്ലൊരു വരുമാനം ഇല്ലാതാക്കിക്കൊണ്ട് പെട്ടെന്ന് വേറൊരു ഇതിലേക്ക് പോവാണ്. ആൾക്കാരെ സമ്മതിക്കും, ശരിയാണത്. ഞാനും ഉറങ്ങാതൊക്കെ ഇരുന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഉറക്കമില്ലാതെ ഇങ്ങനെ ഇതായിട്ട് നടന്നതല്ല, ചിന്തിച്ചിട്ടുണ്ട് എന്നെപ്പറ്റി. ഞാൻ പലരും പറഞ്ഞ് കുടുംബക്കാർ ചെയ്യുന്ന തെറ്റാണെന്ന് പോലും പലരും, സ്വാതന്ത്ര്യമുള്ളവർ അതാത് വാക്കുകൾ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നിരാശപ്പെട്ടില്ല. കാര്യം എൻ്റെ മുന്നിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എന്നെക്കൊണ്ട് ചെയ്യിക്കണത് എന്താ ശരിക്കും. ഞാൻ ഇപ്പോൾ ഒരു സീഡ് എടുത്തു കഴിഞ്ഞാൽ മനുഷ്യനൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ, മനസ്സിലായോ? ഇപ്പം 3000, എനിക്ക് ഉറപ്പിച്ച് പറയാം, 3000-ഓളം സസ്യങ്ങൾ ഇവിടെയുണ്ട്. അതിൻ്റെ ഓരോ ഭാഗങ്ങളും അതിൻ്റെ യൂസ് എനിക്ക് പറയാൻ സാധിക്കും. എൻ്റെ കഴിവല്ല, അതായത് പ്രകൃതി ജീവിക്കണം. ഞാൻ ബോട്ടണിയൊന്നും അല്ല, പക്ഷേ എല്ലാ കോളേജുകളിലും സ്കൂളിലും എനിക്ക് ഒരു മിനിറ്റെങ്കിലും സംസാരിക്കാൻ പറയാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആരാ ചെയ്യിച്ച പ്രകൃതി, അതായത് എന്നിൽ കൂടി എന്തോ പ്രകൃതി എന്നെ ചെയ്യിക്കുകയാണ്. മനസ്സിലായി? ഞാനൊരു ഉപകരണം മാത്രം. അപ്പം ഞാനെന്ന് പറഞ്ഞ് ഇപ്പോൾ സീഡ്, മനുഷ്യനെ പറ്റി ഞാൻ പറയാം, ചെറുതാക്കി കാണിക്കുകയല്ല. ഒരു ചില സീഡുകൾ 10,000-20,000 വർഷം, 20 ദിവസം 20 കൊല്ലമല്ല, 20,000-ഓളം വർഷങ്ങൾ സമാധിയിലിരുന്നിട്ട് അതിന് വേണ്ട സമയം വരുമ്പോൾ അത് മുളച്ച് വരുന്നുണ്ട്. ആ സീഡിൻ്റെ മുൻപിൽ ഞാനുൾപ്പെടെയുള്ള മനുഷ്യരെന്താ? ഒന്നുമല്ല. ഞാൻ മനുഷ്യനെ എഴുതിത്തള്ളുകയല്ല. മനുഷ്യവർഗം എന്ന് പറഞ്ഞാൽ ആർത്തി മാറിയാൽ മതി. എനിക്ക് ഉറപ്പിക്കും, ഞാനും മനുഷ്യനാണല്ലോ, എന്നെപ്പറ്റി എനിക്ക് പറയാമല്ലോ. ആർത്തി മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാം ശരിയാവും. എനിക്ക് വേറെ ചിന്തയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു സസ്യം എവിടെയെങ്കിലും എൻ്റെ കയ്യിലില്ലെന്ന് അത് കളക്ട് ചെയ്യുക, എന്ത് നേടിയെന്നില്ല. അത് എൻ്റെ സ്വകാര്യ സ്വത്തായിട്ട് മാത്രമല്ല മാറുന്നത്. ഇവിടെ ഒത്തിരി കുട്ടികൾ പറ്റും, ഞാനത് പബ്ലിക് അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് പകർത്തുകയാണ്. കുടുംബം ആദ്യകാലമെങ്കിൽ അവർക്കും പറയാവുന്ന, എതിർക്കാവുന്നവർ എതിർത്തിട്ടുണ്ട്, പലരും മൗനമായിട്ട് നിന്നിട്ടുണ്ട്. അത് ഞാനും അനുഭവിച്ചു. പക്ഷേ വളരെ ഹാപ്പി, എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. മക്കൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. മകൻ, അവനും ബാങ്കും വലിയ കമ്പനി ഉദ്യോഗമൊക്കെ രാജിവെച്ച് ഇപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. വൈഫ് പിന്നെ അവൾ നേരത്തെ തന്നെ, അവർക്ക് നിവൃത്തികേടുകൊണ്ടല്ലോ വൈഫെന്ന്, ഞാനത് പുച്ഛിച്ച് പറയല്ല. ഒരു ഭർത്താവിനെ സഹായിക്കേണ്ട ഒരു കടമ എന്നുള്ളത് സീതാദേവിയുടെ ചരിത്രം പറഞ്ഞാൽ തന്നെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവളിപ്പോൾ പൂർണ്ണ സംതൃപ്തിയാണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും, എൻ്റെ കുടുംബം, ഇപ്പോൾ നാട്ടുകാരാണെങ്കിലും എന്നെപ്പറ്റി അന്വേഷിച്ച് വരുമ്പോൾ പലരും കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ കമ്മത്തിൻ്റെ വീട് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ആ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പല്ലേ. പക്ഷേ ഞാൻ അവരോട് എൻ്റെ വീട് കാടാണെന്ന്, പക്ഷേ എൻ്റെ മനസ്സിലും കാടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഉദ്ദേശിച്ച കാര്യം അന്യൻ പറയുമ്പോൾ ഞാൻ വിജയിച്ചു എന്നുള്ളത് തന്നെയാണല്ലോ.
അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഏത് ഇത് പറഞ്ഞാലും ചിലപ്പോൾ നമുക്കത് മോശമായിട്ട്, പക്ഷെ അത് പോസിറ്റീവായിട്ട് എടുത്താൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും. ഇപ്പോൾ 3000 കളക്ഷനത്തോളം വരുന്നത്, പിന്നെ ഒരു 5000 ചില്ലാനം സസ്യങ്ങളെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും, ഐഡൻറ്റിഫൈ ചെയ്യാൻ. അപ്പോൾ ഞാൻ വലിയ ആളായിരുന്നല്ല, ഏകദേശം 10,000 താഴെ, പക്ഷേ ലക്ഷങ്ങൾ അറിയാൻ കിടക്കുന്നു. അപ്പോൾ ഞാൻ തന്നെ, അല്ലാതെ ഞാനങ്ങനെ മേലെ നിങ്ങളുടെ ആരും മേലെ ഒന്നുമല്ല. എനിക്കത്ര അറിയാം, ബാക്കിയുള്ളവർക്ക് വേറെ ഒത്തിരി എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാൻ പറ്റും. പക്ഷേ 10,000 സസ്യങ്ങൾ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് സന്തോഷമുള്ള കാര്യമാണ്. മനസ്സിലായോ? ഇപ്പോൾ പല എന്നല്ല, മിക്ക കോളേജുകളിലും എക്സിബിഷനൊക്കെ വരുമ്പോൾ തലേദിവസം വിളിക്കാറുണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അത് നമ്മളെന്താ പറയുക, വളരെ സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണ്. എന്നെ വിളിക്കുന്നു എന്നുള്ള ഇതിൽ മാത്രമല്ല, എനിക്കത് പറയാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്, തിരിച്ചറിയാൻ. അത് എന്നിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല, അടുത്ത തലം ശരിക്കും സ്കൂൾ തലത്തിൽ തുടങ്ങണം. ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10 ചെടികളെങ്കിലും, 10 ഒത്തിരി വലുതായെന്നല്ല, 10 ചെടികളെ പറ്റിയെങ്കിലും അതിനെപ്പറ്റി A to Z അതിൻ്റെ ഉപയോഗം അറിയാൻ സാധിക്കണം. ആ ഒരു പഠന അവരിൽ അത് വളർത്തുക എന്നുള്ളതാണ് ഞാനിവിടെ ചെയ്തു വരുന്നത്. ഇവിടെ എൻ്റെ കൊച്ചുമക്കളുണ്ട്, ഇവിടെ ഞങ്ങൾ ഒരു നഴ്സറി നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ആരെങ്കിലും ഈ ചെടി കളക്ട് ചെയ്യാൻ വരുമ്പോൾ ഞാൻ അവരെ കൊണ്ടാണ് എടുപ്പിക്കുന്നത്. സിമ്പിൾ, അവർ ഹാപ്പിയാണ്, ഓടി കിടന്ന് കളക്ട്. അപ്പോൾ ഞാനറിയാതെ അല്ലേ അവരറിയാതെ തന്നെ ആ ചെടികളെ പറ്റി പഠിക്കുകയാണ്. ഇപ്പം എൻ്റെ കൊച്ചുമകൻ ഇപ്പോൾ എടുത്ത് ഇത് പറയാൻ കാരണം, അവന് 9th പഠിക്കുന്നത്, എൻ്റെ കൊച്ചുമകൻ മൂത്താൾ. ഒരാൾ 5ൽ, ഒരാൾ LKG. അപ്പോൾ ഇത്തവണ മറ്റേ സ്കൂളിൽ എക്സിബിഷൻ ഉണ്ടായിരുന്നു, ഭവൻസിലാണ് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം വരെ എന്നെയാണ് വിളിച്ചത് അവർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഇത്തവണ അവനാണ് അത് കാണിച്ചു കൊടുത്തത്. ഞാൻ വളരെ ഹാപ്പിയായി. കാരണം അവൻ മീൻസ് അവന് താല്പര്യമുള്ള കുട്ടി, വളരെ അഭിമാനം തോന്നിയത്. എന്നിട്ട് ആ ടീച്ചർ എന്നെ വിളിക്കുകയും ചെയ്തു, വളരെ കൃത്യമായി. അവിടെ ബാക്കിയുള്ള തെറ്റായിട്ടുള്ള ബോർഡുകൾ വരെ അവന് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചു. അപ്പം എന്താ പറയുക, അവരിലേക്കും പകർത്താൻ, അതായത് 3ാമത്തെ തലമുറയിലേക്കും സാധിച്ചു എന്നുള്ളതാണ്. അത് ഈ ശാന്തനു എന്നാണ് അവൻ്റെ പേര്. ഈ ശാന്തനിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല, ഇത് എല്ലാ സ്കൂളിലും. ഞാൻ ചെന്ന സ്കൂളിലൊക്കെ പറയാറുണ്ട്, ഒരു 10 ചെടികളെ പറ്റി, അല്ല 100 500 വേണ്ട, അവർക്ക് ആ വാസന വരും. അതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക.